ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് എടുത്തത് കേട്ടോ. ഈ വിളക്ക് ഞാൻ കൊളുത്താൻ തുടങ്ങിയ അന്ന് മുതൽ ഒരാഗ്രഹത്തിന് വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അപ്പം അത് കൊളുത്തി തീരുന്നതിന് 2 ദിവസം മുമ്പ് തന്നെ എൻ്റെ ആ പ്രാർത്ഥന സഫലമായിട്ടുണ്ട്. അപ്പോൾ അത് ഒരുപാട് സന്തോഷത്തോടു കൂടി തന്നെ നിങ്ങളോട് അറിയിക്കുകയാണ്. ആരെങ്കിലും കൊളുത്താൻ മടിച്ച് നിൽക്കുന്നവരുണ്ടെങ്കിൽ അത് കൊളുത്തി തുടങ്ങുക. ഞാനും ഇതുപോലെ ഒരുപാട് പ്രാർത്ഥനയും പൂജയും വഴിപാടുകളും ഒക്കെ നടത്തുമായിരുന്നു. പക്ഷേ ഈ ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കാനുള്ള ഒരു മടി കൊണ്ട് ഞാൻ ഈ വിളക്ക് കൊളുത്തുന്നത് മടിച്ച് നിന്നിരുന്നതായിരുന്നു. കാരണം വെളുപ്പിനെ എണീക്കാൻ ഭയങ്കര മടിയുള്ള കൂട്ടത്തിലാണെന്ന് ഞാൻ. അപ്പോൾ അത് കാരണം ഞാനത് ചെയ്യാതെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നതായിരുന്നു. പക്ഷേ ഈ ഒരു ആഗ്രഹം കുറേ നാൾ കൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ടും അത് സഫലമാകുന്നില്ലായിരുന്നു. അപ്പോൾ അതിനു വേണ്ടി തന്നെ തീർച്ചയായിട്ടും ഇച്ചിരി കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയായാലും ഞാനത് ചെയ്യുമെന്ന് ഒരു വാശിയോടുകൂടി തന്നെ ചെയ്തതാണ്. അപ്പോൾ അത് എൻ്റെ പ്രാർത്ഥന സഫലമായിട്ടുണ്ട്. നിങ്ങൾക്കും എന്തെങ്കിലും ആഗ്രഹം ഇങ്ങനെ സാധിച്ചെടുക്കാനുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യാം. കുറച്ചൊന്ന് ഉറക്കത്തിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാകുമെന്നേ ഉള്ളൂ. എല്ലാവരും ശ്രമിച്ച് നോക്കുക. നമ്മൾ 3:30-ക്കും 4 മണിക്കൊന്നും എണീറ്റ് അത്രയും ഉറക്കം കളഞ്ഞും ചെയ്യണമെന്നൊന്നുമില്ല. ഞാൻ 4:30, 4:45 ആ സമയത്താണ് എണീറ്റ് കുളിച്ച് വിളക്ക് കൊളുത്തി പ്രാർത്ഥന ചൊല്ലിയത്. ഈ 5:20 ആകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ വിളക്ക് കൊളുത്തി നമ്മുടെ ആഗ്രഹം ഒന്ന് പ്രാർത്ഥിച്ചാൽ മാത്രം മതി. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള നമ്മുടെ നാമങ്ങളൊക്കെ ചൊല്ലി ഇരിക്കാം. അത് എത്ര സമയം വേണമെങ്കിലും നമുക്ക് ഇരിക്കാമല്ലോ. 6-7 മണി വരെയൊക്കെ നമുക്ക് ചെയ്യാം. പക്ഷേ അതിനുള്ള സമയം സൗകര്യം ഉള്ളവർക്കേ അത് പറ്റുകയുള്ളൂ. രാവിലെ ജോലിക്ക് പോകണം, അതുപോലൊക്കെ തിരക്കുള്ളവർക്കൊന്നും അത് പറ്റില്ല. പക്ഷേങ്കിൽ 5 മണിക്ക് തന്നെ നമുക്ക് വിളക്ക് കൊളുത്തി ആ വിളക്കിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് തന്നെ നമ്മുടെ ഒരു ആഗ്രഹം പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ അത് തീർച്ചയായിട്ടും നടക്കും. അതിന് ഒരുപാട് 3 മണിക്കോ 4 മണിക്കോ ഒന്നും എണീറ്റ് നമ്മുടെ ശാരീരിക ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ പോലും അല്ലാത്തവരാണെങ്കിൽ പോലും അങ്ങനെ അത് അത്രയും ഉറക്കം കളയണമെന്നില്ല. നമുക്ക് ആ കറക്റ്റ് സമയത്തൊന്ന് കൊളുത്തി പ്രാർത്ഥിച്ചാൽ മാത്രം മതി. 5:20 വരെ എന്തായാലും കാണും ബ്രഹ്മമുഹൂർത്ത സമയം. അപ്പം നമുക്ക് കറക്റ്റ് 5 മണിക്ക് വിളക്ക് കൊളുത്തത്തക്ക രീതിയിൽ 4:30-ക്കോ 4:45-നോ എണീറ്റ് നമ്മളത് ചെയ്താൽ മതി. അപ്പം എൻ്റെ ആഗ്രഹം സാധിച്ചിട്ടുണ്ട്. നിങ്ങളും തീർച്ചയായിട്ടും ശ്രമിച്ചു നോക്കുക. നിങ്ങളുടെ ആഗ്രഹം സഫലമായി കിട്ടും. ഇനിയും എനിക്ക് കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ട്. പക്ഷേ ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് വരും, കുറച്ചൊരു യാത്രയുണ്ട്. അപ്പോൾ അത് കാരണം 48 ദിവസം എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. അത് കാരണം ഞാൻ അടുത്ത ആഗ്രഹത്തിന് വേണ്ടി കുറച്ചൊരു ഗ്യാപ്പ് ഇട്ടിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. എങ്കിലും രാവിലെ എണീറ്റ് വിളക്ക് കൊളുത്താറുണ്ട്. ബ്രഹ്മമുഹൂർത്തത്തിൽ ഇന്ന് തൊട്ട് എണീറ്റില്ല കേട്ടോ. ഇന്ന് ഈ വീഡിയോ ഇടുന്ന ദിവസം ഞാൻ എണീറ്റില്ല. കഴിഞ്ഞ ദിവസം വരെ ചെയ്തിരുന്നു. അപ്പോൾ ഇനി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഉറക്കത്തിൻ്റെ ഇച്ചിരി ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് കാരണം മടിയുണ്ട്. എങ്കിലും ഞാൻ കുറച്ചുകൂടി നേരത്തെ എണീറ്റ് വിളക്ക് കൊളുത്തി നാമങ്ങളൊക്കെ ചൊല്ലുന്നുണ്ട്. നമ്മൾ ചൊല്ലിക്കൊണ്ടിരുന്ന നാമങ്ങൾ കണ്ടിന്യൂ ചെല്ലുന്നുണ്ട്.